ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ജയകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. ഞാൻ തൃശ്ശൂർ യാത്ര പോയിട്ട് വന്നു. അറിയിച്ചെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമുള്ളത്. പിന്നെ തിങ്കളാഴ്ച ഒരു ഓർഡർ ഇറങ്ങുമായിരിക്കും. ഇന്ന് അവധിയാണ്. അപ്പോൾ വല്ലാത്തൊരു സമയത്താണ് നിയോഗം വന്നിരിക്കുന്നത്. വല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17-ാം തീയതി തുടങ്ങിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. സാർ, ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം അറിയാമല്ലോ. സാർ 2 തവണ അവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ താങ്കൾ ചുമതലയെടുക്കുമ്പോഴേ ഏറ്റവും പ്രധാനമായി താങ്കൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പരിഷ്കരണം പ്രത്യേകിച്ച് ഈ യുവാക്കളുടെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ 17-ാം തീയതി ആരംഭിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിരിക്കണം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇപ്പോൾ ചാർജ് വിടുന്ന ബോർഡ് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരൊന്നും ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അതിലൊരു പിന്തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്തെല്ലാം ഒരുക്കങ്ങളുണ്ടെങ്കിലും സീസൺ അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും. എനിക്കാകെ ഇപ്പോൾ പറയാനുള്ളത്, കാരണം ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സീസൺ നന്നായിട്ട് നടത്താൻ, അല്ലെങ്കിൽ പിൽഗ്രിമേജ് നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ഭക്തന്മാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദർശനം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ദർശനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അത് വെയിറ്റ് ചെയ്യുന്ന സമയം, പൊതുവെയുള്ള മലയിലെ ഒരു ഹൈജീന്, മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരു സുതാര്യമായി ഉള്ള ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശബരിമലയിൽ വന്നു പോകുന്ന ആളുകൾക്കൊരു തൃപ്തി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കൺസേൺ എന്ന് എനിക്ക് തോന്നുന്നു. സ്ഥാനം ഒരു മുൾക്കിരീടമാണ് ഇപ്പോൾ. അത് ഏറ്റെടുക്കുന്നവരൊക്കെ വലിയ വിവാദങ്ങളിലും ഇതൊക്കെ പെട്ടു. അപ്പോൾ സാറിന് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടോ? എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയില്ല. കാരണം ഒരുപാട് അങ്ങനെ എല്ലാ കിരീടത്തിലും മുള്ളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും. ഒന്നുമില്ല. അല്ല, CM വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ കാരണം വിചാരിക്കുന്നു. പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എന്റെ പേര് ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാനിപ്പോഴും മനസ്സുകൊണ്ടൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കണം. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ തിരക്കിടൊന്നുമില്ല, എനിക്കത് ചെയ്യാൻ സാധിക്കും, പരിചയമുണ്ടല്ലോ. പിന്നെ ഞാനൊരു ഈശ്വരവിശ്വാസിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റും അതിന്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണക്കെടുക്കുമ്പോൾ തിരുവാഭരണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ ഒരു പരിഷ്കരണം ആവശ്യമാണെന്ന് തോന്നുന്നില്ലേ? അതൊന്നും പറയാറായിട്ടില്ല. മാനുവലൊക്കെ ഇനി പഠിച്ചു നോക്കണം. പണ്ട് നോക്കിയല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അതിലേക്കാണോ ശ്രദ്ധ പോകേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. പോകണം. കാരണം കോടതിയുടെ വിഷയമാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനും കൂടി ഈ എൻ്റെ ഒരു ഭരണകാലത്ത്, അല്ലെങ്കിൽ ഞാൻ ചാർജിലിരിക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കണമല്ലോ. ഭാവിയിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെയൊന്നും സംഭവിക്കാതിരിക്കാൻ നിയമപരമായും നടപടിക്രമങ്ങളിലുമൊക്കെ എന്തൊക്കെ മാറ്റം വേണം, ശാക്തീകരണം വേണം, ഓഡിറ്റിംഗ് വേണം, അക്കൗണ്ടിംഗ് വേണം, അക്കൗണ്ടബിലിറ്റി വേണം, അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യും. ഇപ്പോൾ ജനുവരി 15-ന് നമ്മൾ മകരവിളക്ക് വരെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ. കാരണം ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന സമയത്ത് അതിനാണ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കും. അതുപോലെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനായിരിക്കും ഒരു അടിയന്തര ശ്രദ്ധ കൊടുക്കുക? ഞാനീ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രോബ്ലം അല്ല, ഇമ്മീഡിയറ്റ് അസൈൻമെന്റ് എന്ന് പറയുന്ന ഈ നമ്മുടെ തീർത്ഥാടന കാലം ഭംഗിയാക്കുക എന്നുള്ളത്, അതിന് തീർച്ചയായിട്ടും വളരെ വലിയ മുൻഗണന ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. താങ്ക് യു. അപ്പോൾ എല്ലാവരുടെയും സന്തോഷവും എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളൊക്കെ അവിടെ കാണുമല്ലോ.
ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ജയകുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രതീക്ഷിക്കാതെ ലഭിച്ച ഒരു ഉത്തരവാദിത്തം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണമെങ്കിലും വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഈ ചുമതല ഏറ്റെടുക്കുന്നു. സ്വർണ്ണക്കൊള്ള പോലെയുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഭാവിയിൽ സ്വീകരിക്കുമെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചുള്ള തീരുമാനം ഇന്ന് പുറത്തുവരും. സ്വർണ്ണ കവർച്ച വിവാദം നിലനിൽക്കെയാണ് പൊതുസ്വീകാര്യനായ ജയകുമാറിനെ പ്രസിഡന്റാക്കാനുള്ള സർക്കാർ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്വർണ്ണക്കൊള്ളയിലെ പ്രതിച്ഛായ നഷ്ടം പരിഹരിക്കുക എന്ന ലക്ഷ്യവും സർക്കാരിനുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് പരിഗണിച്ചിരുന്ന വിളപ്പിൽ രാധാകൃഷ്ണനെ മാറ്റാൻ CPI തീരുമാനിച്ചു. കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുന്ന സാഹചര്യത്തിലാണ് മാറ്റം. സാമുദായിക സമവാക്യം പാലിക്കുന്നതിന് വേണ്ടിയാണ് വിളപ്പിൽ രാധാകൃഷ്ണന് പകരക്കാരനെ പരിഗണിക്കുന്നത്. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള അംഗത്തെയാകും CPI പരിഗണിക്കുക. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ SIT. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം സന്നിധാനത്ത് മൂവരെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. തിങ്കളാഴ്ച വരെയാണ് പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി. അതേസമയം വാതിൽപ്പാളി മോഷണ കേസിലെ 3ാം പ്രതിയും മുൻ ദേവസ്വം കമ്മീഷണറുമായ N. വാസുവിനെതിരെ വൈകാതെ തുടർ നടപടികൾ ഉണ്ടായേക്കും.